ഗ്യാസ് കഴിഞ്ഞിക്കണേ അതുകൊണ്ട് തന്നെയാണ് ഈ ബോട്ടില് വന്നിക്കണത്. ചമ്മന്തി ഉണ്ട് കടന്നു വരാൻ വേണ്ടിട്ട് പോവാണ്. ഓക്കെ, ഫുള്ള് കച്ചറ തിരുപ്പ് അലമ്പ് പരിപാടികള്. ഓക്കെ, അങ്ങനെ നമ്മളെ പ്ലാനിങ്. അതാണ് എന്റെ കുട്ടി 5-10. നിങ്ങളെ മകൻ നല്ലൊരു മകൻ ഉണ്ടല്ലോ ഇവിടെ. നോമ്പും കള്ളം മറ്റോ നോമ്പും കള്ളന് ആരാന്നുള്ളത് മനസ്സിലാക്കാം. കൂട്ടാൻ ഇതിലിട്ടാ മതി. 2 കഷ്ണം മതിട്ടോ. തോന്നല്ലേ ഞാനിവിടെ പെരുന്നാ കൂടുന്നീന്റെ കൊടുത്തിട്ടില്ലേ നോക്കട്ട്. അപ്പൊ ആ കാര്യത്തിൽ തന്നെയാണ് കുട്ടിയെ നോളി ഇട്ടാറില്ലേ. അപ്പൊ ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്നത്തെ വ്ലോഗ് തുടങ്ങുന്നത് തറവാട്ടിൽ നിന്നാണ് ഗൈസ്. തറവാട്ടിൽ ഒരു മൂലക്ക് ഐഷുമ്മ അവിടെ കാര്യമായിട്ട് എന്തോ ഒരു ഫിനാൻഷ്യൽ കോൾ ചെയ്യുന്നുണ്ട്. കായ് പോയ കഥയുടെ തോന്നുന്നു. എന്തോ സബ്സിഡി എന്തോ ഗവൺമെൻറ് പറ്റിച്ചതാണ് തോന്നുന്നു. പിന്നെ ഇവിടെ ഇതിങ്ങനെ കാണുമ്പോൾ കരുതും എന്ത് ചെയ്യും, ഈ ബോർഡൊക്കെ അല്ല വലിയ ടീമാണ് ബലിയെന്ന് കരുതും. ഇതാവുന്നല്ല, ഇതവിടെ തോട്ടത്തിൽ മിച്ചഭൂമിൻ്റെ എന്തോ ഒരു സാധനം കുടുംബശ്രീക്കാർ ക്ലീൻ ആക്കിയപ്പോൾ അതിനെത്ര 2,98,000 ഉറുപ്പ്യൊക്കെ ഇതാക്കിയാണ് അവിടെ വീണറിഞ്ഞാൽ. പിന്നെ വാപ്പ ഇനി പെയിൻ്റ് അടിച്ചാണ് വാപ്പാൻ്റെ ഫോട്ടോ വെക്കാറ് കൊണ്ടുവന്നത്. വാപ്പാക്ക് അങ്ങനെയൊക്കെ ഒരു ചേല. വാപ്പാക്ക് ആ സാധനം എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങളിപ്പാൻ്റെ ഫോട്ടോ വരക്കാനാണ്. അതോ അത് മെഷീൻ വെക്കാനാണ്. എന്ത് മെഷീന്? പിന്നെ നമ്മളെ വാഷിംഗ് മെഷീൻ. ഗവൺമെന്റ് കാണണ്ട. അതവിടെ പറിച്ചിട്ട് അവിടെ റോട്ടിൽ കിടക്കല്ലേ, പൂതലായി കിടക്കേനി. പൂതല് മരല്ലേ പൂതലാവുക. പൂതലും ഇത് സിമെന്റും പൂതലാവും. അറിയില്ല, സിമെന്റ് നിലത്ത് കിടന്നുകാണ്ട് ഇങ്ങനെ ദ്രവിച്ചു പോവും. എന്താ വർത്താനം? എന്നിട്ട് എന്താ നല്ല വർത്താനം. എവിടെ അനു ചിഞ്ചൊക്കെ? ചിഞ്ചു വിരുന്നേക്കണ് പെരുന്നാൾ ട്രിപ്പ്. അനു ടൂർ പോയിക്കണ് പെരുന്നാൾ ട്രിപ്പ്. എവിടേക്ക്? ബംഗളൂരു പറഞ്ഞാൽ നിങ്ങളൊക്കെ നിങ്ങൾക്ക് ബ്ലാ പറയാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ ബംഗളൂരു പറഞ്ഞാൽ മതി. നമ്മ ഊര് ബാംഗ്ലൂരു പറഞ്ഞിട്ടില്ലേ, അതേപോലെ. അപ്പൊ ഗൈസ്, അങ്ങനെ ഇപ്പൊ നമ്മളിപ്പോ ഇന്നിപ്പോ വന്നിട്ടുള്ളത് തറവാട്ടിലാണ്. ആ മക്കളൊക്കെ ഉണ്ട്. എന്താ അപ്പൊ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ നിന്നപ്പോ ഒരു അല്ലേ പെരും വെയിലേന് എപ്പോഴും. ഇപ്പൊ വെയിലൊന്നും ഇല്ലാത്തൊരു കാലാവസ്ഥ. എന്നാലും നല്ല മഴ അല്ലേ? രാത്രി കുറച്ചൊക്കെ പെയ്തിക്കണുണ്ട്. കാരണം എല്ലായിടത്തും നല്ല തണുണ്ടല്ലോ, ഒരു നനവുണ്ടല്ലോ. ഞാൻ കറുത്ത് കരുവാളിച്ചോ ഗൈസ്. വെയിലും കൊണ്ട് ഇങ്ങനെ നടന്നിട്ടേ ഞാനൊക്കെ നമ്മളിപ്പോ ആണുങ്ങളല്ലേ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള മണ്ടിപ്പാച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലേ. ഇല്ലേ ഗൈസ്? പിന്നെ അതേപോലെ ഇവിടെ അയച്ചമ്മ ഉണ്ട്. എന്താ ചോറ്റക്ക് കൂട്ടാനുള്ളത്? ചോറ്റക്ക് ചിക്കൻ ഉണ്ട്. ഗ്യാസ് കഴിഞ്ഞിക്കണേ. അതുകൊണ്ട് തന്നെയാണ് ഈ ബോട്ടില് വന്നിക്കണത്. ചമ്മന്തി ഉണ്ട്. എന്താ ചമ്മന്തിയാ? ഉള്ളിച്ചമ്മന്തി. ഇന്ന് വെച്ചതാണോ? അല്ലേ, 2 ദിവസം മുന്നേ. പറയാൻ പറ്റൂലേ, നിങ്ങൾ ഒറ്റക്കാവുമ്പോ നിങ്ങൾ പല അഡ്ജസ്റ്റ്മെന്റുകളും ചെയ്യും. 2 ദിവസം മുന്നേ. ചോറുണ്ടോ? ചോറുണ്ട്. എനിക്ക് മാത്രം മതി ചോറ്. മക്കളോ ഓല് ഇങ്ങോട്ട് വന്നോളൂ. മക്കളും അന്നോട് ഞാൻ പറഞ്ഞ ഗ്യാസ് 2 കുറ്റി ഇല്ലത്. പിന്നെ കഞ്ചനീന്റെ അടുത്ത് നിറച്ച് കൊണ്ടുവച്ചോണ്ട് ഇപ്പൊ ചോറിന് നേരം ചോറിന് വരുന്ന ചോറിന് ഇനി 1 നേരം 2 നേരം 3 നേരം വന്നോട്ടെ. പക്ഷെ അതല്ല എന്റെ കണക്ക്. രണ്ട് ഗ്യാസ് കുറ്റി നിറക്കണം. കാരണം പിന്നെ എന്തിനാണ് ഞാൻ ഉണ്ടാക്കി വീട് ഇവിടെ ഉള്ളത്? എങ്ങനെങ്കിലും ഒന്ന് ഇതിൽ കൂടെ വന്നാ ബന്ധം പുനഃസ്ഥാപിക്കണ്ടേ? എന്നും വ്ലോഗ് എടുക്കാൻ ഞാൻ രാവിലത്തെ 1/2 മണിക്കൂർ ഇങ്ങോട്ട് വരും കേട്ടോ. പഴയമാതിരി ചാനൽ നമുക്കൊന്ന് ഓണാക്കണം ഗൈസ്. അതായത് കുത്തിത്തിരിപ്പും കച്ചറിന്റെ ആ ഒരു മൂഡൊക്കെ നഷ്ടപ്പെട്ടു. ഞാനൊരു സന്മനസ്സുള്ളവർക്ക് സമാധാനം പറഞ്ഞ മാതിരി അങ്ങനത്തെ ഒരു മൈൻഡിലേക്ക് മാറി. അപ്പം ഇനി അത് പറ്റൂല. നമ്മളെ അഭാവം പല ആളുകളും ഇപ്പോൾ യൂട്യൂബിൽ കടന്നു കയറി നിരത്തുന്നുണ്ട് എന്നുള്ളത് കേട്ടു. അപ്പം നമ്മൾ രണ്ടാമത് വീണ്ടും അതിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, ഫുള്ള് കച്ചറ തിരുപ്പ് അലമ്പ് പരിപാടികൾ. ഓക്കെ, അങ്ങനെ നമ്മളെ പ്ലാനിങ്. ഓക്കെ, നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത്. കാരണം നിങ്ങൾക്കൊക്കെ കൊത്തിത്തിരിപ്പ് എല്ലാം ഇഷ്ടമല്ലേ അല്ലേ? കൊത്തിത്തിരിപ്പ് നല്ല ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇത് ഒന്ന് നന്നായി കാണാനേക്കാരൊക്കെ ഇഷ്ടം. ഞാനെന്തായാലും കേടെന്ന് പറഞ്ഞാൽ നേരത്തെ സമയത്തിന് 5 വക്ത് നിസ്കരിച്ച പിന്നെ 5 വാരം നിങ്ങളെ നിസ്കരിച്ചാല് മിനിറ്റ് ഇതിങ്ങനെ പറയും.
നമ്മൾ നിസ്കരിച്ചാണ് ഇപ്പം ഉമ്മാക്ക് ഇങ്ങനെ മിറ്റിട്ട് 5 വക്ത് ഇട്ടമ്മ ആദ്യ വക്ത് 2-ാം വക്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇതൊക്കെ നമ്മളും പടച്ചോനും തമ്മിലല്ലേ ഗൈസ്. അത് നമ്മളിങ്ങനെ വിളിച്ചറിഞ്ഞാൽ അതിലെ നന്മ കിട്ടൂല. ഒരു മകൻ നിസ്കരിച്ചിട്ടുണ്ടെങ്കിലും ഉമ്മാക്ക് ഒരിക്കലെങ്കിലും അറിയാം എന്ത് ഇമ്മാക്ക് ഇഞ്ച മകൻ നല്ലതാണ്, ഇഞ്ച കുട്ടി 5 വക്ത്. നിങ്ങളെ മകൻ നല്ലൊരു മകൻ ഉണ്ടല്ലോ ഇവിടെ, നോമ്പും കള്ളം മറ്റോ. നോമ്പും കള്ളനെ ആരാന്നുള്ളത് മനസ്സിലാക്കാം. ഓനെ ഞാൻ എത്ര വട്ടം ഹോട്ടലിൽ നിന്ന് എടുക്കണേ, ഹോട്ടലിന്ന് കാണിച്ച് 13 നോമ്പ് കിട്ടിയേക്കോനെ. ഓന് 13 ഒൻപതൊന്നല്ല ഇജ്ജ പറയല്ലേ, അതിലാറോന് കിട്ടിയിട്ടുണ്ടായി. ഓന് 2 ഓന് ഇത് പിന്നെ കടയിൽ പണിയേറ്റു 2 മുറിച്ചിക്കണം. പാവാണോ എന്താ അവസ്ഥ. എനിക്ക് സത്യം പറഞ്ഞ പേരില് ബാലേട്ടല് മോഹൻലാലിന്റെ അവസ്ഥയാണ്. കാരണം അന്ത്രോന് ഫുള്ള് സുധീഷാണ് ഗൈസ്, ഫുള്ള് ഉടായ്പും തരകിട്ട്. എന്നിട്ട് ചീത്തപ്പേര് മൊത്തം നമ്മളിത് ഫാമിലി മുൻഗണന കൊടുത്ത് ജീവിക്കുന്ന ഒരാളാണ്, പക്ഷെ ചീത്തപ്പേര് മൊത്തം ഞമ്മക്ക. ഓ നല്ല ചെറുക്കനാ. നേരത്തെ സമയത്ത് 5 വക്ത് നിസ്കരിച്ചാണെങ്കിൽ ഇജ്ജും നല്ല ചെറുക്കനേക്കാരം. ചോറട്ടിക്കാണ് പൈച്ചുണ്ട്. പാത്രം കുടിക്കുകയും ചെമ്പോ ഒക്കെ അടിക്കും. ചോറാണ് തരി പള്ളാസ്. അപ്പൊ ഗൈസ് നമ്മളെ പഴയ തറവാടിന്റെ ആ ഒരു അടുക്കളയിൽ നല്ല ചുടു ചോറ്. കുറച്ച് മതി കുറച്ച് കിട്ടാൻ മതി പറയാൻ നിർത്താൻ പഠിക്കുക എന്നുള്ളതാണ് ഒരു മാന്യമായി ഭക്ഷണത്തിന്റെ കാര്യം. കുറച്ചുകൂടി കുറച്ചുകൂടി അപ്പൊ എനിക്ക് വേണ്ടിയതല്ല തിന്നുക. ഞാൻ ഇന്നലത്തിന് കുറച്ച് ചോറ് തിന്നാന്നല്ലേ ഉള്ളു, അല്ല അപ്പൊ പൈച്ച് പട്ടിണി ആയിട്ടൊന്നല്ല. ഇപ്പൊ 2 കഷ്ണം മതിട്ടോ. എനിക്ക് അധികം വേണ്ട, ഞാൻ കുറച്ച് നിന്നോളൂ. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മൾ തറവാട്ടിൽ നിന്ന് അങ്ങനെ കുറെ ദിവസങ്ങൾക്ക് ശേഷം ചമ്മന്തിയും ചോറും കൂട്ടി ചോറ് തിന്നാൻ പോവാണ്. കുഞ്ഞോളും കുട്ടികളൊക്കെ പട്ടിനാട്ടോ ഗൈസ്. ഞങ്ങൾക്ക് പിന്നെ നേന്ത്രപ്പഴം അതൊക്കെ മതി. എന്ത് എന്താ ചമ്മന്തി പച്ചമുളകും സ്മെല്ലിങ്ങനെ സ്പൂണോട് കോരി ആയിക്കോട്ടെ. അച്ചാറും വേണ്ട അങ്ങനത്തെ ഉണ്ടോ എന്നാ കൊണ്ടുവരി. എനിക്ക് ഗ്യാസ് ഈ മാങ്ങച്ചാറൊന്നും അളിയണത് ഇഷ്ടമല്ല. എനിക്കങ്ങനെ കറുമുറ് പറഞ്ഞിങ്ങനെ കടിച്ചണം. അങ്ങനത്തെ മാങ്ങച്ചാറും കയ്യിൽ ഞാൻ തിന്നലുള്ളൂ. അപ്പം അങ്ങനത്തെ ഉണ്ട് എന്നാണ് ഇപ്പോൾ അമ്മ പറഞ്ഞതിലമ്മ. ഇതോടുന്ന് ആരിട്ടാ പാത്രത്തിനൊക്കെ എന്താ പറയാ വര ചിത്രം വരക്കണതാ. ഇപ്പൊ കഴിച്ചതും കൂട്ടി ചോറുന്നുണ്ട് കേട്ടോ. എന്നാ ഞാൻ പോവാ. കണ്ണുമുറക്കാകെ ഞാൻ പോട്ടോ. ചോറൊക്കെ പള്ളർച്ച് തിന്നു റാഹത്തായി. ഞാനിനി കുട്ടികളെ ഇങ്ങോട്ട് ആക്കി തരാം. ഞാനും കുഞ്ഞോളും ഒരു ബൈക്ക് പോവാണ്. ഞാന് സെൽവന്റെ കുടിരിക്കലല്ലേ കുഞ്ഞാമാന്റെ. അപ്പൊ എന്തേലും വാങ്ങിക്കൊടുക്കണ്ടേ എന്തെങ്കിലൊക്കെ. അപ്പൊ കാളിയാവ് ഒരു ഫർണിച്ചർ ഷോപ്പ് ഉണ്ട്, അവിടെ പോയി നോക്കട്ടെ. അപ്പൊ കുട്ടികളെ ഇങ്ങോട്ട് ആക്കി തരാം കേട്ടോ. 4 3 കുഴപ്പമില്ല. ഇപ്പൊ തന്നെ വരൂലേ, നേരം പിടിക്കൂല. ഓക്കെ നൈറ്റൊക്കെ പൈച്ചണി ഞാൻ കൊടുക്കാനും ഇങ്ങോട്ട് പോയി ഗ്യാസ് നിറച്ച് കൊണ്ടുവന്ന പാട്ടിനി. ഓക്കെ ശരിട്ടോ. അസ്സലാമലൈക്കും. തറവാട്ടിലെത്തിയിരിക്കുകയാണ്. കുട്ടികളൊക്കെ നമ്മളിവിടെ ഏൽപ്പിച്ച് ഉമ്മാനെ ഏൽപ്പിച്ചാണ്ട് ഞങ്ങൾ പോവുകയാണല്ലോ. ഉമ്മ കേട്ടും പോണില്ല. എത്ര വൃത്തിയുള്ള ഡ്രസ് ഇട്ടിട്ടേ. കുട്ടികളെ അടങ്ങി നിക്കണം കേട്ടോ. ഞങ്ങൾ പോയി വരട്ടമ്മ. പോലടിന്നാ അപ്പൊ കാര്യത്തിൽ തന്നെയാണ് കുട്ടിയെ നോളി ഇട്ടാറില്ലേ.
ഒന്നും കൊടുത്തിട്ടില്ല. എന്നാ മൂന്നാൾ ഔത്ത് കയറിക്കാൻ എന്നിട്ട് എനിക്ക് വണ്ടി എടുക്കണം. കുഞ്ഞോള് കയറിക്കാം. പോ മമ്മ ചോറ് വാരി തന്നോട്ടോ. ഉള്ളതുകൊണ്ട് ഓണം പോലെ. ഓക്കെ, ഉള്ള കൂട്ടാനും കൂട്ടിട്ട് ചോറുന്ന കേട്ടോ. അപ്പൊ കുറച്ചൊക്കെ ഒരു പട്ടിണിയും ഇതൊക്കെ വളരെ ഉള്ളിലൊക്കെ കാണണേ, അറിയണേ കേട്ടോ മനുഷ്യന്മാര്. ഞങ്ങള് പോയി. അസ്സലാമലൈക്കും. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. എവിടെ ഞങ്ങളെ അതെ, കാളികാവുള്ള കളത്തിങ്ങൽ ഫർണിച്ചർ ആട്ടോ. ഇവിടെ എന്തൊക്കെയോ ഓഫറായിട്ടൊന്നല്ല, ഇത് വില റേറ്റ് തന്നെയാണ് ഉണ്ട്. ചെയറൊക്കെ നോക്കുകയാണെങ്കിൽ 200 റുപ്യ, 250 റുപ്യ. ആ മുകളത്തെ കസേരയൊക്കെ നോക്കും ഞങ്ങളെ 250 റുപ്യക്കാണ്. ഡൈനിങ് ടേബിളിലൊക്കെ ഇടാൻ പറ്റിയ ചെയറൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ 200 റുപ്യൊക്കെ കൊടുക്കുന്നത്. അതായത് പൈസ കുറഞ്ഞ പൈസക്ക് കൂടുതൽ സാധനം കൊണ്ടുപോകണമെങ്കിലേ കാളിയാവുള്ള കളത്തിങ്ങൽ ഫർണിച്ചർക്കവിടെ പോയിട്ട്. അപ്പം നമ്മള് കുടിരിക്കലിന് സാധനം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കട്ടെ എന്തൊക്കെ ഇവിടെ ഉള്ള പോയോക്കെ അല്ലേ. അങ്ങനെ ഗൈസ് നമ്മളിവിടെ ഈ കളത്തിങ്ങൽ ഫർണിച്ചറിന്റെ ഉള്ളില്, അതായത് ഇതൊരു ലോകമാട്ടോ ഗൈസ്. അതായത് ഫർണിച്ചറിന്റെ ഒരു ലോകം അല്ലേ. അതായത് ദീവണ്ടി ഒഴിച്ച് പോകണട്ടോ ആ തലക്കൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ. നല്ല പോയന്റെ സൈഡിലൊക്കെ ഉള്ള വേറൊരു വൈബ് അല്ലേ. അല്ല ബോസ്, ഇതൊക്കെ എങ്ങനെയാണ് സ്റ്റാർട്ടിങ് പ്രൈസ്? നമ്മൾ എയർപോർട്ട് ചെയർ ഒക്കെ കുടിരിക്കലിനൊക്കെ കൊടുക്കാൻ പറ്റി സ്റ്റാർട്ടിങ് എങ്ങനെ വരുന്നേ? സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് 3000 റുപ്യ മുതൽ ഈ സാധനം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. പിന്നെ ഡിസൈനും സൈസിനും മരത്തിനൊക്കെ അനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അല്ലേ. അതേപോലെ നമുക്ക് കുടിരിക്കലിനൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ബെഡും കട്ടിലും കോംബോ ആയിട്ട് കിട്ടണുണ്ടോ? അതൊക്കെ എങ്ങനെയാണ് റേറ്റ് വരുന്നത്? 10,500 കട്ടിലും ബെഡും കിട്ടും. തലേനയും കിട്ടും കിട്ടൂല്ലേ. അതേപോലെ നമ്മളെ ഇതിനോ ഡൈനിങ് ടേബിളിനൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? നല്ല 6.3 സൈസ് തന്നെ നമ്മളൊരു 17,500 മുതൽ 6.3 സൈസ് തന്നെ നമ്മൾ കൊടുക്കും. ഒരു ഡൈനിങ് ടേബിൾ ആക്കണോ? കട്ടില് ബെഡ് അതാണോ നല്ലത്? ഡൈനിങ് ടേബിൾ എങ്ങനെ റേറ്റ് വരുന്നത്? ഡൈനിങ് ടേബിൾ നമ്മൾ 7,500 മുതൽ ഡൈനിങ് ടേബിൾ കൊടുക്കും. 7,500 മുതൽ ഡൈനിങ് ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. പിന്നെ സൈസിനും ഇതിനൊക്കെ അനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും അല്ലേ. ഇതാ തല വരെ ഉണ്ട് അല്ലേ. മേലക്കും നിങ്ങൾ തന്നെ? ഓ, മുകളിൽ 3 നിലയില് ഫുൾ ആയിട്ടുണ്ട്. അണ്ടർഗ്രൗണ്ട് ഉണ്ട്. അതല്ല രസമുണ്ടല്ലോ അല്ലേ. ഡൈനിങ് ടേബിള്, അതിനുള്ള ചെയർ, കുഷ്യനൊക്കെ ഉള്ള ചെയർ. എടി അലമാരൊക്കെ നോക്കാം. ഇത് തേക്കിന്റെ അല്ലേ. അതായത് ആശാരിമാര് നാടൻ മരം വെച്ച് ഉണ്ടാക്കണത് അല്ലേ. ഇത് പിന്നെ നമ്മളെ ഇങ്ങനെ ഇത് ചെയ്തിട്ട് ഡിസൈൻ ചെയ്തിട്ട് സെറ്റ് ആക്കണല്ലേ, എഞ്ചിനീയർമാർ സെറ്റ് ആക്കണല്ലേ. എങ്ങനെയാണ് അലമാരൊക്കെ സ്റ്റാർട്ടിങ് പ്രൈസ്? 6,000 രൂപ മുതൽ അത്യാവശ്യം നല്ല അലമാര 6,000 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. 6,000 റുപ്യക്ക് സ്റ്റാർട്ട് ചെയ്യും അല്ലേ. സ്റ്റഡി ടേബിളിന്റെ ഒക്കെ എല്ലാ ഐറ്റം കളറും ഡിസൈനും ഉണ്ട് അല്ലേ. ഇതൊക്കെ ഏതാ റേറ്റ് വരുന്നത് സ്റ്റാർട്ടിങ്? 2,500 മുതൽ സ്റ്റാർട്ട് ചെയ്യും. 2,500 മുതൽ സ്റ്റഡി ടേബിൾ സ്റ്റാർട്ട് ചെയ്യും അല്ലേ. ഈ മോഡല്. പിന്നെ അതിന്റെ ചെറുതൊക്കെ ഉണ്ട് കേട്ടോ. 1,000, 1,500, 2,000, 2,500 അങ്ങനെ എല്ലാ ലെവലിലും ഉണ്ട് അല്ലേ. അതേപോലെ 3 സീറ്റർ സോഫയൊക്കെ നല്ല കുഷനൊക്കെ വെച്ച് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുള്ള എല്ലാ മോഡലും നിങ്ങൾ ചെയ്ത് കൊടുക്കില്ലേ. ഇനിയിപ്പോ ഡിസൈനൊക്കെ നമ്മൾ പറഞ്ഞ ആ ഡിസൈനിൽ ചെയ്ത് തരൂലേ. ഇത് എങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 3 സീറ്ററിന്? 5,500 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 5,500 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. പിന്നെ കസ്റ്റമർ പറയുന്ന മോഡല്, ഡിസൈന് കാര്യങ്ങളൊക്കെ നമുക്ക് അടിച്ചു ഇന്റീരിയർ കളറിനൊക്കെ അനുസരിച്ച് നിങ്ങൾ മാച്ച് ആക്കി സെറ്റ് ആക്കി കൊടുക്കൂല്ലേ. അതേപോലെ നമ്മളെ പ്രീമിയം സോഫ അതൊക്കെ എങ്ങനെയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്? കോർണർ 17,500 മുതൽ സ്റ്റാർട്ട് ചെയ്യും. 17,500 മുതൽ പ്രീമിയം സോഫ നമുക്ക് കൊടുക്കാം, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. സോഫയൊക്കെ വേറെ ലെവല് സംഭവം. ഇതൊക്കെ നോക്കണേ, പണ്ടത്തെ രാജാക്കന്മാരൊക്കെ ഇതിലുണ്ടായിരുന്ന. ഇതൊക്കെ തേക്കാ? ഇതേതാ? തേക്ക്, ഫോറസ്റ്റ് അക്കേഷ്യ ഒക്കെ ഉണ്ട് അല്ലേ. ഇനി ഏത് വുഡ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ഇതിനനുസരിച്ച് ചെയ്ത് തരും അല്ലേ, കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ബെഡ് നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതാണ് സംഭവം. ബെഡുകൾ നമ്മള് പിന്നെ പെപ്സിന്റെയും അതേമാതിരി ബ്രാൻഡഡ് ബെഡുകളൊക്കെ പുറത്തുനിന്ന് ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യിക്കുന്നത് സൈസ് ഇതൊക്കെ പറഞ്ഞാല് നിങ്ങൾ സെറ്റ് ആക്കി തരും അല്ലേ. ഇതെങ്ങനെയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒക്കെ വരുന്നത്? 2,500 രൂപ മുതൽ ബെഡുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2,500 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബെഡ് 2,500 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 2 ബില്ലും അടക്കം. 2 ബില്ലും അടക്കം. ഇതാണ് നമ്മളെ കളത്തിങ്ങൽ ഫർണിച്ചറിന്റെ ഏറ്റവും മുകളിലത്തെ നില അല്ലേ. അതായത് ഇത് ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് ഇവിടെ വന്ന് സ്റ്റോക്ക് ചെയ്യുന്ന സംഭവം അല്ലേ, ഗോഡൌണ്.
അവിടെയൊക്കെ ഇങ്ങനെ മേക്കിങ്ങിലേക്കാരല്ലേ? അവിടെ നടച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ. അതിൻ്റെ അപ്പോൾ പെരുന്നാളിൻ്റെ ഇതിലൊക്കെ ആയിട്ട് സാധനം പോയി കഴിഞ്ഞു. അപ്പോൾ ഇവരൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ തന്നെ ഉണ്ടാക്കി സെറ്റാക്കുന്ന ടീമാട്ടോ. അപ്പോൾ ഓർക്ക് ഏറ്റവും കുറഞ്ഞ പൈസക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സാധനങ്ങളൊക്കെ തരാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കുടിരിക്കലോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അന്തം വിട്ട് നടക്കണ്ട, കാളികാവ് കളത്തിങ്ങൽ ഫർണിച്ചർക്ക് പോരി. സാധനം കുറഞ്ഞ പൈസക്ക് വലിയ സെറ്റാക്കി തരും. അതായത് ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനവും കുറഞ്ഞ പൈസക്ക് അല്ലേ? അതേപോലെ ഇവരെ ബ്രാൻഡ് എന്താ ബ്രാൻഡല്ല, ബ്രാഞ്ച് വണ്ടൂരുണ്ട്, എടക്കരുണ്ട്. കണ്ട ഈ ചെയറുകളൊക്കെ കുറഞ്ഞ പൈസക്കാട്ടോ കൊടുക്കുന്നത്, ഓഫീസ് ചെയറുകളൊക്കെ. ഒക്കെ കണ്ടില്ലേ നിങ്ങൾ? അത്യാവശ്യം കുഴപ്പമില്ലാത്ത എല്ലാ ഐറ്റംസ് ചെയറുകളും ഇവിടെ ഉണ്ട്.